പൊഴിഞ്ഞാണ് മനസ്സമയത്തും തമ്മിലാണ്ട് വീഴ്ചമേ. എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? എന്താ സംഭവിച്ചേ? ഓ ഗൈസ്, ഇത് സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഇതേപോലെ കേട്ടോ കത്തിക്കട്ടെ. നമുക്ക് മാറിപ്പോ ഈ സ്ഥാനത്ത് നിന്ന് ഒരു പ്രശ്നം അടുത്ത് പൊങ്ങുന്നു. വാവ്, പൊങ്ങട്ടെ, അങ്ങനെ പൊങ്ങട്ടെ. ആ അടുത്ത പോട്ടെ. ഇതിപ്പോ എട്ടെണ്ണം കണ്ട, ഇത് എട്ടെണ്ണത്തിന്റെ ചീറ്റുന്നുണ്ടല്ലോ. നല്ല പൊക്കമുണ്ടല്ലോ അവരെ. അത്യാവശ്യം നല്ല പൊക്കില്ലേ? ഇത്ര 5-6 മേടിച്ചാൽ മതി അല്ലേ? അടുത്ത് ഓഹോ ഗൈസ്, ഏറ്റവും വലിയ സാധനം കേട്ടോ. അടി വരെ പൊട്ടിക്കാം. കത്തിയാ ഒന്ന് കത്തി പിടിച്ചാൽ അങ്ങ് പിടിക്കാട്ടാ. കത്തിച്ചു വിട്ടോ. കത്തിക്കൂടെ ഇവനെ ചിറ്റി പോവോ? കത്തി വരുന്നുണ്ടല്ലോ. കത്തിയില്ലേ? ഒരെണ്ണം കത്തി പിടിച്ച മാറിക്കോ. മാറിക്കാൻ ചാൻസുണ്ട്. വലിയ സൗണ്ടില്ലല്ലോ അവനെ. ചേട്ടാ മാറിക്കോ. അല്ല ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, അങ്ങനെ ഏകദേശം നമ്മുടെ പുൽക്കൂട് ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ പുൽക്കൂടിൻ്റെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ണീശ സെറ്റ് വെക്കണം, ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ട്. ആദ്യമായിട്ട് ഇവിടെ ഒരു ചെറിയ ഡെസേർട്ട് പോലത്തെ സംവിധാനം ആ പൂഴി കൊണ്ട് ചെയ്യാനുണ്ട്. പിന്നെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വെള്ളക്കെട്ടിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കണം. ആദ്യം ഇതിൻ്റെ വെള്ളം നിറയ്ക്കില്ല പിന്നെ. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന വെള്ളക്കെട്ടുണ്ടല്ലോ, ഇതിൻ്റെ അത് വെള്ളം നിറയ്ക്കണം. അതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി. ഈ വെള്ളം കളയണോ? വേണോ? ഗൈസ്, ഇതൊരു 200 രൂപയ്ക്ക് മേടിച്ച മോട്ടറാണ് ഈ കാണുന്നൊരു മോട്ടർ. ഈ 200 രൂപയ്ക്ക് മേടിച്ച മോട്ടർ വെച്ച് ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം എടുത്തിട്ട് ഇതുണ്ട് അങ്ങോട്ട് വിടും. എന്നിട്ട് അത് റീസൈക്കിൾ ചെയ്ത് ഇങ്ങനെ വരും. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. വെള്ളം നിറയ്ക്കടാ. ഗൈസ് നോക്കി, ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാട്ടോ. അപ്പം ലിബി അവിടെ നിന്ന് വെള്ളം നിറയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഡെസേർട്ട് വെള്ളം ആക്കണം. ക്രിസ്മസിൻ്റെ ആണ്, ഒന്നും നോക്കണ്ട, പടക്കം പോട്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഉണ്ണീശ സെറ്റ് വെക്കണം. പിന്നെ അതുപോലെ കളർ മറ്റേ നമ്മളിങ്ങനെ തിരിച്ചിരിച്ചിരുന്ന സാധനമുണ്ട്, അത് വെക്കാണ്ട്. പിന്നെ പുല്ല് വെക്കാണ്ട്. അങ്ങനെ ഓരോരോ പരിപാടികളുണ്ട്. ഓരോന്നായിട്ട് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി സമയം താമസിച്ച് കഴിഞ്ഞാൽ പരിപാടി മൊത്തം അതിനാ ഇല്ല. ഇവിടെ നിറഞ്ഞിട്ട് അതിങ്ങനെ ഫുള്ള് നിറയണോടാ, എങ്കിലത് കാര്യമുള്ളൂ. എവിടെ? ഇല്ലെന്നേ അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഏകദേശം നമ്മളൊരു അതിർത്തി ലംഘിച്ചു അല്ലെങ്കിൽ ഇത് കടന്നു പോകുന്നു കാണുമ്പോൾ ഓഫാക്കുക. മനസ്സിലായോ? ഓക്കെ ഗൈസ് നോക്കൂ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ ഈ കാണുന്ന നക്ഷത്രം ഇത്തേ കെട്ടണം കേട്ടോ. അതായത് ഇനി അതിന് ശേഷം ഞാൻ പറഞ്ഞ ഒരു എവിടെയാ ഡെസേർട്ട് നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തായിരുന്നേ. അതിന് മുന്നേ 2 കുഞ്ഞു നക്ഷത്രമുണ്ട്. ഈ ശരിക്കും പുൽക്കൂടിന്റെ അകത്താണ് കെട്ടണ്ടേ. നമ്മൾ അതിന് ഓരോ എവിടെ വെക്കുന്നത്? ഇവിടെ കെട്ടലടാ. നമുക്ക് മരം നാച്ചുറൽ ഉണ്ട്, ആ മരത്തെ നമുക്ക് വെക്കാം. ഞാൻ ഈ ടാപ്പ് ക്ലോസ് ആക്കി നോക്കിയേ. ഈ കാണുന്ന നമ്മൾ ഇത് ഫുള്ള് നിറഞ്ഞു കേട്ടോ. അവിടെ ഇപ്പം വെള്ളം ചാടാൻ തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് എന്നാലും ഇവൻ നിൽക്കൂലല്ലോ. ഞാനൊരു കാര്യം പറയാം, ഈ സാധനം ചൈനയുടെ സാധനമാണ്. അവര് വരുമ്പോ ഇടുന്നല്ലേ നല്ലത്. വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോല സ്പോട്ട് ലൈറ്റ് ഇല്ല. ഈ കാണുന്ന വീട്ടിലെ ഇത് കണ്ടോ, ഇതൊന്ന് അത് 2 1 2 അവിടെ 1 3 കഴിച്ച് നോക്കൂ. കത്തൂല. 3 ഏതെങ്കിലും 2 അങ്ങനെ കത്തുള്ളൂ. ഏതെങ്കിലും അടിച്ചു മാറ്റണം. ഇവിടെയാണ് ഞാൻ ഡെസേർട്ട് ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഇടവനെ പടക്കം വാങ്ങാൻ വേണ്ടി പോകണ്ട അല്ലേ? പടക്കം മുന്നോട്ട് ഇവനൊരു വീക്കൻസാ, അല്ലെങ്കിൽ ഇവനൊരു വെടീനാ. പണ്ട് മുതലേ നമുക്കൊരു വീക്ക്നെസ് ആണ്. ഇത് കണ്ടോ, ഇട്ടോ. എന്റെ ഇവനെ പുല്ലിന്റെ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ ആവൂല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നീ ഷീറ്റ് വിരിച്ചിട്ട് ഷീറ്റിന്റെ മേളിലോട്ട് ഇട്, എന്നാലേ ആവുള്ളൂ. യെസ്, ടൈൽ ഈസ് വിരിക്കുക അതിന്റെ മുന്നിൽ. ഇവന് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? കണ്ടോ, ബുദ്ധി കൂടുതലാ ഇവന്. ഇവിടെ ചെറിയൊരു ഡെസേർട്ട് പോലെ ആക്കിയിട്ട് ഇവിടെ നാട്ടിടന്മാരെ അല്ലേ, രാജാവിന്റെ കൂട് പണിതവനെ അല്ലേ? ദ കിങ് ഹൗസ്. എങ്ങനെ? കിങ് പാലസ്. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഡെസേർട്ട് റെഡിയാക്കുന്നു. പടപടാന്നുള്ള പരിപാടി കേട്ടോ, ഇല്ലെങ്കിൽ പരിപാടി കാര്യം തീരെയല്ല. പോരെ പോരെന്ന് ഉദ്ദേശിച്ച, പോകാനായി പോയി. പോകാൻ ഉദ്ദേശിച്ച കൈ കൊണ്ട് റെഡിയാക്കിയിടേ. ടൈല് കാണരുത്, കൈ കൊണ്ടേ
ഇങ്ങനെ പറ്റിച്ച് ടൈല് കാണാതെ ആക്കത്തില്ലേ? പറ്റുമോ? അങ്ങനെ ആക്കി എന്നാൽ മിച്ചം കൊണ്ട് ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. അത് തന്നെ അങ്ങനെ 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 ടൈലായിട്ടാ. പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഇനിയിപ്പോ പ്ലാൻ ചെയ്ത പ്ലാന്റേഷൻ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകും. ഇപ്പൊ പിന്നെ വേറെ കാര്യമുണ്ട്, പുൽക്കൂട് തീർന്നാലേ ഇവന് പൊട്ടാസ് കിട്ടുള്ളൂ. അതാണ് ഇനി പടപട ആയിരിക്കും. ഇത് മൊത്തത്തോടെ അങ്ങ് കയ്യിൽ നിന്ന് എടുത്തിട്ട് പോരെ. ഇതെന്നാ ചെയ്യും? അത് ഉപേക്ഷിച്ചാക്ക് ആവൂല. അല്ല വേറൊരു പരിപാടി ഉണ്ട്. ഈ ട്രേ ഇറക്കിയിട്ട് അവിടെ ഇച്ചിരി മണ്ണ് പൊത്തുക. അത് നമുക്ക് ഇച്ചിരി വീതിയും കൂട്ടാം. അതേപോലെ തന്നെ ഇച്ചിരി മണ്ണ് എടുത്തോണ്ട് വരുവാ. ആട്ടാ സൈഡ് ഈ ട്രേയുടെ അറ്റം ഭാഗമില്ലേ എല്ലാം എടുക്കാവനെ. നോ പ്രോബ്ലം സാർ. നീച്ച അച്ഛന അങ്ങനെ ചെയ്തല്ലേ അവനെ? അങ്ങനെ ചെയ്യാം. വെള്ളമാണ് ഇത്. നമുക്ക് ഒന്നും ചെയ്യണ്ടവനെ. എന്റെ ഇവനെ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇതൊരു ട്രേ അവിടെ വെച്ചാ പോരെ. എന്നിട്ട് നമുക്ക് മണ്ണ് കുത്തായി ട്രേ കാണാത്ത പോലെ. അങ്ങനെ പാടം കൂടും. ഈ കൂട് നമുക്ക് വലുതാക്കാൻ പറ്റും. അതിന് ഇത് ഭയങ്കര മണം കേട്ടോ അല്ലേ? ഇത് കുറെ സാധനം ഇതിൻ്റെ ഉള്ളിൽ ചീഞ്ഞതാട്ടോ തോന്നുന്നേ. നല്ല കനവുണ്ട്. ഫൈനലി ഞാനും ജിയോ സാറും എവനെ നിന്റെ കത്തി മാറ്റ്. നോ പ്രോബ്ലം സാർ. യാ നോ പ്രോബ്ലം. ആരും പറഞ്ഞ ഞാൻ പൊക്കോളും. ഗൈസ് നോക്കൂ, പടക്കം മേടിക്കാൻ പോകുന്ന ഈ അമ്മ ഇവിടെ കിടന്ന് ഞങ്ങൾ നമുക്ക് തുടങ്ങാം. ഇവനെ ഞാൻ പറയുന്ന ഒരു സൈഡിൽ വെച്ചാ പോരെ ഇവനെ. അഭിപ്രായം പറഞ്ഞു ഈ കാര്യം നടക്കുകയല്ലേ. മേളിൽ ഇങ്ങനെ വെച്ചു കൊടുത്താ ഇത്രയും കാര്യം ഇങ്ങനെ പാടം പോലെ നിൽക്കും. നീ പാടം പോലെ വെക്ക പെട്ടെന്ന് സമയങ്ങളല്ലേ ഇവനെ. ഇതിൻ്റെ അകത്ത് കുറെ സാധനങ്ങൾ ഇത് നീ എടുക്കുമ്പോ ഇപ്പൊ അത് പോകും. അത് പോകാതിരിക്കാനാണ് വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ഞാൻ പറഞ്ഞു തന്നത്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിട്ടത് കുറഞ്ഞു പോയി. അതാണ് സംഭവിച്ചത്. ഇല്ല അവൻ എന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് കോഴീനെ അമ്മയുടെ ഏൽപ്പിച്ചാക്കുന്നു കേട്ടോ. അവർക്ക് കയറാൻ വഴിയില്ല. അതാണ് പ്രശ്നം. എങ്ങനെ ഇവനെ ഓരോ സ്ഥലത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എക്സ്ക്യൂസ് മീ. ഇവനെ അതങ്ങനെ പോകുമോ? മൈക്കിളല്ലേ നമ്മൾ ഓരോന്നായിട്ട് ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കും. ഇവിടെ ഒന്ന് കുറച്ച് സാധനം പെട്ടെന്നും പോകുന്നുണ്ട്. കുറച്ച് സാധനം പെട്ടെന്നും പോയി അല്ലേ? പെട്ടെന്ന് അല്ലേ? കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ നഷ്ടമൊക്കെ ഉണ്ടാവും. നല്ല ടൈറ്റുള്ള മണ്ണുണ്ടായി ഇവനെ. നല്ല ടൈറ്റുള്ള മണ്ണുണ്ടല്ലേ, ഇങ്ങനെ സംഭവിക്കൂല. പിടക്കാതെ കിട്ടും. ഈ സാധനം കിളുക്കുമായിരുന്ന പൊളിയായിരുന്നു കേട്ടോ. നല്ലല്ല ഗോതമ്പ്. ഇത് ഗോതമ്പാട്ടോ. ആദ്യം നമ്മളിട്ട് കടുക്, മനസ്സിലായോ? നല്ല രസമുണ്ട്. പ്ലാന്റേഷൻ സർ വെരി ബ്യൂട്ടിഫുൾ. മേരാ സ്റ്റൈൽ യുവർ സ്റ്റൈൽ കറക്റ്റ്. യാ ഞാൻ നല്ല സുന്ദരനാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ എനിക്ക് പറഞ്ഞെത്തിക്കാൻ പറ്റിയില്ല. സമയത്ത് നമ്മുടെ നെല്ല് ഏകദേശം തീരാനായി. ഇനി അടുത്ത ഏതാ പിന്നെ നമുക്കുള്ളത്? സാർക്കാ സെൽഫി. യാ കേരള മോർ പീപ്പിൾ ഇൻ ഫ്രാൻസ്. അതെ ഞാൻ നേരത്തെ പറഞ്ഞു ഒപ്പിക്കാൻ പറ്റ പാട്. അതേ സമയത്ത് അടുത്ത സാധനം അതേ സമയത്ത് ചേച്ചി ദിസ് പ്ലാനറ്റ് സോറി സാർ പ്ലാന്റേഷൻ സോറി പ്ലാന്റേഷൻ. ചേഞ്ചിങ്. ഓ ഗൈസ് അതേ സമയത്ത് ഇവനെ അതും കൂടെ പഠിച്ചിടവനെ. അറ്റത്തല്ലേ ഇരിക്കുന്നു. ഇനി അടുത്ത ഏതാ? ഏകദേശം നെല്ല് ഏകദേശമായി കേട്ടോ. ജയ് സാർ പ്ലീസ്. അതേ സമയത്ത് എബിൻ ബുദ്ധിപൂർവ്വം കളിച്ചേട്ടാ. ഒരു പുല്ലങ്ങ് മാറ്റി അവിടെ അങ്ങോട്ട് ഇവനെ അങ്ങ് കേറ്റുന്നു കേട്ടോ. വെരി നൈസ്. യെസ് വെരി ഗുഡ്.
എവിനെ അതും എവിടെയെങ്കിലും മാറ്റി എവിനെ ആ സാധനം എടുത്തിട്ട് അതും കളയണ്ടായിരുന്നു. അതും എവിടെയെങ്കിലും കയറ്റി കൊടുക്കത്തില്ലായിരുന്നു അതേപോലെ. ഇതാ അതേ സമയത്ത് ഈ സാധനം പൊളിച്ചു കേട്ടോ. ചെറിയ സാധനമാണേലും ഇവനെ നീ അത് ഇടുമ്പോഴേ മര്യാദക്ക് ഇടവനെ. നീ ചെരിച്ചിടുമ്പോഴാണ് പ്രശ്നം. ഇങ്ങനെ ഇട്, ഇങ്ങനെ അങ്ങനെ 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 ഇടുവാണ് ഏകദേശം ഈ മലയില്. Now Ladakh people also they are watching their video. Yeah. So if we tell lie, they will see. You say one thing. You're the idea for everything. Okay. അതേസമയത്ത് ഇത് നല്ല രസം. ഇവനെ മര്യാദക്കിട, ഇവനെ മര്യാദക്കിട്ടേ നല്ല രസമുണ്ട്. അങ്ങനെ അത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ പരമാവധി സ്ഥലത്ത് അത് ഇതാക്ക്. ഈ ചെറിയ പുല്ല് പോലെ ഉണ്ടത്. അങ്ങനെ തന്നെ ഓരോ മലയ്ക്ക് കയറ്റ്. ഇത് ഇച്ചിരി കൂടെ കളിപ്പിക്കായിരുന്നു കേട്ടോ. സമയം ഭയങ്കരമായിട്ട് ഞാൻ നിന്നെ നിർബന്ധിച്ചാണ് അന്നെങ്കിലും ഇട്ടത്. 2 ആഴ്ച ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. മുത്താറ് കുന്നാറി ഒക്കെ അല്ല ഇങ്ങനത്തെ സാധനങ്ങളെ ഇച്ചിരി ഇതാക്കി ഇടണായിരുന്നു. നേരത്തെ ഇടണായിരുന്നു. താമസിച്ചു. അതാണ് പ്രശ്നം പറ്റിപ്പോയെ. ഈ നോർദയുടെ പരിപാടി നോക്കിയാൽ നേരെ ഞങ്ങൾ അടച്ചിടും, നേരെ പോയിട്ടവൻ നിറച്ചിടും. നേരെ ഇത് നോക്ക്. മിക്കാറും വെള്ളപ്പൊക്കം ഉണ്ടാകും കേട്ടോ. ഇവിടെ നോർദ കേറിയിട്ടുണ്ട് ഇങ്ങോട്ട്. അതിനാ ഓൾറെഡി ഫുൾ. നോർദ നോക്കി. ഇത് രസമുണ്ട് കേട്ടോ. ഈ പ്ലാനറ്റ് ഏതായാലും നല്ല അടിപൊളി സാധനമായി. ഇത് അടിപൊളി. അവനെ പ്ലാനറ്റ് കിടിലാണ്. ഡെസേർട്ട് രാജാവിന്റെ റൂം. യെസ് ബിസ് യെസ് എവിടെ രാജാവിന്റെ സ്ഥലം എവിടെ വെക്കുക? നമ്മുടെ പുൽക്കോട് പരിപാടി ഏകദേശം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ എന്നാ സംഭവം വെച്ചാൽ ഉന്നയിച്ച സെറ്റ് വെക്കണം, കൊട്ടാരം വെക്കണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ ഇനി അതിന്റെ കാര്യങ്ങൾ ഏതോ കുറവുണ്ടല്ലോ. എന്നാ ഏതൊരു ഇത് കുറവുണ്ട്. രാജാവ് ആട്ടിടേനെ എന്തോ കുറവുണ്ട്. ഓ ഗൈസ് നോക്കൂ, നമ്മുടെ ഉന്നയിച്ച സെറ്റും കാര്യങ്ങളൊക്കെ ആയി കിട്ടി. അതായത് 2 വർഷത്തോളം ആയ സാധനം കേട്ടോ ഇത്. ഇതിലേതോ ഒന്ന് മിസ്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞേ. ഇതിപ്പോ ഓരോന്നോരോന്ന് ഇവിടെ നിരത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ഇതിന്റെ എണ്ണം അറിയാവോ? മാതാവ്, പശു, ഒട്ടകം, പശു, കഴുത. ഇതാരാ? ഇത് ആട്ടിടയൻ. 8 രാജാവ്, 8 രാജാവ്, 6 രാജാവ്, അങ്ങനെ കണ്ടു. രാജാവ്, യേശുപിതാവ്. ആരാ? ഇത് കണ്ടിട്ട് ഇതല്ലേ മാതാവ്? ഇതാ മാതാവ്. ഇതാറ് കൊടുത്ത് കുന്തിരിക്കം വീരയുമായി രാജാവ് വന്നേ. രാജാവ് മാലാകില്ല. ഉണ്ണീശു എന്തേ? അല്ല ഉണ്ണീശു ഇല്ല, മാലാകില്ല. മാലാക മിസ്സിങ്. നോക്കൂ, നമ്മൾ ആദ്യം ഉണ്ണീശോനായിട്ടോ പുൽക്കുട്ടി വെക്കുക. ഇവിടെ കറക്റ്റ് ഉണ്ണീശോനെ വെച്ചു. ഇനി അതിന് ശേഷം അടുത്ത് നമ്മൾ യൂസേപ്പിതാവിനെ മാതാവിനായിട്ടോ വെക്കണ്ടേ. അപ്പൊ മാതാവ് കഴിഞ്ഞ 1 മാസം നമ്മൾ ആട്ടിട്ടായിട്ടോ മാതാവ്. അത് മാതാവ് കൈ കുപ്പിക്കുന്ന മാതാവ് അല്ലേ? ആ കറക്റ്റാ. ഇതിനൊക്കെ കറക്റ്റ് പൊസിഷൻ ഉണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയി. റെഡി. മാതാവ് ഇവിടെ, യൂസേപ്പിതാവിനോട് വെച്ചേക്കാം. റെഡി ആയില്ലേ? എന്താ നോക്കൂ, കറക്റ്റ് മാതാവിനെ യൂസേപ്പിതാവിനെ ഞങ്ങൾ കറക്റ്റ് ചെയ്ത് വെച്ചു. അത് കണ്ടോ, ഇവിടെ മാതാവ് വന്നു, ഇവിടെ യൂസേപ്പിതാവ് വന്നു. അത്രയും തന്നെ രാജാക്കളും ഉണ്ട്. കുറവായില്ല അല്ലേ? ഇനി എടി ഇതെടുത്തിട്ടോ വീടും. ഇപ്പം ഇവരെ കറക്റ്റ് ഓരോ പൊസിഷൻ വെക്കണം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരം ഇവിടുന്ന് ആയിക്കോട്ടെ. ഇവിടുന്ന് രാജാക്കന്മാർ പോകുന്ന രീതിയിലും ഇവിടുന്ന് ആട്ടിടയന്മാർ പോകുന്ന രീതിയിലും വേണം നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ. കണ്ടല്ലോ 3 പേരുണ്ട്, 4 പേരുണ്ട്. ആണോ? എങ്ങനെയാന്നുള്ളത് എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. മാലാകനെ കാണുന്നില്ല കേട്ടോ. അതിനിപ്പം കണ്ടുപിടിക്കണം. ഫൈനലി ഞങ്ങൾ എല്ലാ സാധനവും വെച്ച് വരുവാണ്. ആദ്യം നമ്മൾ കുതിരേനെ വെച്ചു. പിന്നെ കുതിര മറ്റവർ കൂട്ടത്തിലല്ലേ ഇവനെ? രാജാക്കന്മാരുടെ കൂട്ടത്തിലാ? അല്ല, രാജാക്കന്മാരുടെ കൂട്ടത്തിലാണ് കുതിര വരുന്നത് അല്ലേ? അല്ല, ഒട്ടകം രാജാക്കന്മാരുടെ കൂട്ടത്തിലാ വരുക. ഒട്ടകം മറ്റേ രാജാക്കന്മാരുടെ കൂട്ടത്തിലാ വരുക. അതന്നെ. ഇവിടുന്ന് ഇറങ്ങിക്കോട്ടെ, വീടിന്റെ അടുത്തിരിക്കട്ടെ. ഒരാളിനെ പാലത്തിൽ വിടാം. ഇതിനെ പാലത്തിൽ വെക്കാം.
ഇവര് സെറ്റാണ്, പക്ഷെ അവര് കുറവാണ്, അല്ലേ? അതാണ് പ്രശ്നം. ആട് ആടിനെ അല്ലവിനെ ഡെസേർട്ടിൽ ആരെയും കൊണ്ട് വിടുവാ? രാജാക്കന്മാരെ നമുക്ക് ഡെസേർട്ടിൽ നിന്ന് വിട്ടൂടെ? വേണ്ട, വേണ്ട, ആട്ടിടയന്മാരെ വിടാം അല്ലേ? ആ. ഇനിയിപ്പം പിന്നെ ഒരാടിനെ എവിടെ വെക്കും? എവിടെ വെക്കും? ഒരാടിനെ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചാലോ? എന്നാ അവിടെ വെക്ക്. ഒരാടിനെ ഇവിടെ വെക്കാം. പുല്ലെല്ലാം എടുത്ത് ആടിനെ കയറ്റിവിട്. ഒരാടിനെ ഇവിടെ വെച്ചാലോ? ഈ നടുക്ക്. എവിടെ? ഇവിടെ ഇവിടെ ഈ നടുക്ക് വെച്ചു. ഇവിടെയാ? ആ തിന്നോ. ഓക്കെ. ഒരാടിനെ ഇവിടെ വെക്കാം. ആ. ഒരാടിനെ ഇവിടെ വെക്കാം. ഓക്കെ. ഓക്കെ. പശു ഉണ്ട്, അത് ശരിക്കും പുൽത്തൊട്ടിലാ വരണ്ട പശു. ഏതാ? പശു. ശരി കേട്ടോ, പശു പുൽത്തൊട്ടിന്റെ അകത്ത് വരണ്ടേ? അല്ലേ? ആ. ഒരാളിപ്പം തൽക്കാലം ഇവിടെ വെക്കാം. ആ, ഒരാളെ അതിന്റെ അകത്തും വെക്ക്. ഒരാളെ ഇവിടെ വെക്കാം. ആ. ആയില്ലേ? ആ. ഏകദേശമായി. ഇനിയിപ്പോ എന്നാ പ്രശ്നം? ഇനി നമുക്ക് മറ്റേ ഇതില്ല കേട്ടോ, ആ സാധനം മാത്രം നമുക്ക് വാങ്ങണം. ഇല്ലാ സാധനം തന്നെ വലിയ കുഴപ്പമില്ല. ഇത് മാത്രമേ കുറവുള്ളൂ. മാലാക അല്ലേ ഇവനെ? മാലായിക്ക് പിന്നെ ചെയ്യുക, സ്പോഞ്ച് കൂടെ ഉണ്ടാക്കാൻ പറയുവനെ മാലാകനെ. സെറ്റ് ചെയ്താ പരിപാടി പോരല്ലേ പിന്നെ? മതി. തിരിച്ചു വെക്ക, അപ്പൊ കറക്റ്റായി. ഇനി ഒരു സ്പോട്ട് ലൈറ്റും കൂടി ഇട്ടാ പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു കേട്ടോ. ഏകദേശം എല്ലാ സംവിധാനമായി. നോക്കിയേ, അതായത് ഇവിടുന്ന് ആട്ടിടയന്മാരുടെ സെറ്റ് പോവും. ഇതുണ്ടോ, ഈ കാണുന്ന സ്ഥലത്തു നിന്ന് ആട്ടിടയന്മാരുടെ സെറ്റ് പോവും. ഇവിടുന്ന് രാജാവിന്റെ സംഭവം പോവും. ഇവിടെ വെള്ളവും സംഭവങ്ങളൊക്കെ. ഇതുണ്ടോ, ഇവിടെ നമ്മൾ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ടോ. ഏതാ? എല്ലാം അങ്ങോട്ടാ വെക്കണ്ടേ? അല്ല, ഇത് ഞാൻ കൊട്ടാരം ഇത് എടുത്തിട്ട് വെക്കാൻ വേണ്ടി. നോക്കി, ഇനി കൊട്ടാരം സാധനങ്ങളൊക്കെ എടുത്തിട്ട് വട്ടെ. ഇവിടെ കൊട്ടാരത്തിന്റെ ബ്രിഡ്ജ്. എന്തിയാ ബ്രിഡ്ജ്? ആണോ നമ്മുടെ റൂമിലോ അമ്മയുടെ റൂമിലോ? ആ ഗൈസ് നോക്കി, ഇവിടെ ഉണ്ടല്ലോ കൊട്ടാരം കാര്യങ്ങളൊക്കെ ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കും. ഇതും കൂടെ വെക്കേണ്ട കേസേ ഉള്ളൂ. ബാക്കി ഒരു സ്പോട്ട് ലൈറ്റും. ആ സമയം കൊണ്ട് ഞങ്ങൾ പോയിട്ട് ഒരു സ്പോട്ട് ലൈറ്റും സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. പടക്കവും സ്പോട്ട് ലൈറ്റും. ഗൈസ് നോക്കുക, ആ സാധനങ്ങൾ നമുക്ക് മേടിച്ചിട്ട് വരാടാ. ഫൈനലി നമ്മുടെ പുൽക്കൂടി ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞങ്ങൾ ഈ പടക്കവും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു കൊട്ടാരവും സംഭവം കുറേ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ട, അതൊക്കെ ചെയ്ത് അവർ വെക്കും. പിന്നെ ഒരു സ്പോട്ട് ലൈറ്റും മേടിക്കണം. അത്രയും കാര്യം ചെയ്യണ്ട. പോവാം പോവാം അല്ലേ? ഗൈസ് നോക്കി, ഇരുട്ടിപ്പോയാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ എവിടെ അടുത്തുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല? നോക്കൂ, ഞങ്ങൾ ഫൈനലി പടക്കം മേടിക്കാണ്ട് വന്ന കേട്ടോ. അതായത് ഞങ്ങൾ കുറച്ച് പടക്കം മേടിച്ചില്ല, മേടിച്ച് തുടങ്ങുന്നുള്ളൂ. മേടിക്കണ്ടേ ചേച്ചി? പൂത്തിരി, കമ്പിപ്പൂത്തിരി, കറങ്ങുന്നത്, പൊങ്ങുന്നത് എല്ലാം തന്നേരെ അല്ലേ? ആ, ഇതിന് 100 രൂപ, ഇതിന് 100, ഇതിന് 150. അതിന്റെ കവറാ. ഓരോന്നോരോന്നിട്ട് ചോദിക്കട്ടെ കേട്ടോ. ഇത് മേലോട്ട് പന്റെ പൊങ്ങുന്ന പൂത്തിരി. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൊട്ടിക്കാൻ കേട്ടോ. മൈക്കിളും മറ്റേ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് മാറ്റിട്ട് വേറെ പൊട്ടിക്കാം. അതെ, ഇതുപോലത്തെ ഓരോ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വിസില് വരട്ടെ. ഇതിന് എത്ര വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ മേളിപ്പേ പൊട്ടുന്ന സാധനം ഞങ്ങൾ ഓരോ 250 രൂപ നോക്കൂ. ഇത് 2000 എണ്ണമുള്ള പടക്കമാണ്, 700 രൂപ. ഇത് മറ്റേ മേലോട്ട് പോയി പൊട്ടുന്ന 30 എണ്ണം. പിന്നെ പൊട്ടൂലോട്ടോ, കഴുത്തിന് വേന എടുക്കും, മേലോട്ട് നോക്കി പൊട്ടിക്കാൻ അല്ലേ? പിന്നെ ഇനിയിപ്പോ ഓരോന്നോരോന്നായിട്ട് കമ്പിപ്പൂത്തിരി ചേച്ചി, കമ്പിപ്പൂത്തിരി, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരട്ടെ. ഫൈനലി ഞങ്ങൾ ഇത്രയും പടക്കം മേടിച്ചു. ഇതെല്ലാം കൂടെ മേടിച്ചു. പൈസ ഈ സ്കാനറിലേക്ക് ആർക്കെങ്കിലും പൈസ കേട്ടോ അല്ലേ? സൂപ്പർ സ്കാനർ. ഓ ഗൈസ്, അതേ സമയത്ത് പിന്നെ ലൈറ്റ് വാങ്ങാൻ ഇരുട്ടിയിൽ ഒരു ഷോപ്പും കൂടെ കിട്ടിയില്ല. ലൈറ്റ് കിട്ടില്ല, വീട്ടിൽ ഏതെങ്കിലും ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യത്തെ പടക്കം ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി കമാൻ. ചെറിയ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ അടുത്ത് കുട്ടികളും പിന്നെ എല്ലാവരും ഉള്ളത്. നമുക്ക് ഓവർ ഡിസ്റ്റർബ് ചെയ്ത് പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ. നാട്ടിലൊക്കെ വെച്ച് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പറയാൻ പറഞ്ഞത് ഫൈനലി ഞങ്ങൾ നാട്ടിലെത്തി. അതായത് വീട്ടിലെത്തി. റബ്ബറും കോട്ട വെച്ചാലോ? റബ്ബറും കോട്ട പൊട്ടിപ്പോവും. എവിടെ കൊടുക്കുന്നത്? എവിടെ കൊടുക്കുന്നത്? നിങ്ങളൊക്കെ അവിടെ നിൽക്കുക, അവിടെ ഓടാൻ പറ്റൂല. ഇതെങ്ങനെയാ അത് പിടിക്കുക, എന്നിട്ട് അതിലേക്ക് ഇടാനോ? തകഞ്ഞേട്ട് ഇട്. എല്ലാം പേടിയുള്ള കൂട്ടത്തിലാ. ഓടിക്കോ, പൊട്ടിയോ? ഇനി അടുത്ത് പോകണ്ട ചേട്ടാ, അടുത്ത് പോകണ്ട. കത്തി 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 അത് കത്തൂന്നേ, കത്തും. അയ്യോ, തങ്ങനെ കൊടുത്തില്ല. കത്തൂന്നേ. ഗൈസ്, ഞങ്ങൾ ആദ്യത്തെ പരിപാടി ചീറ്റിപ്പോയി. മേലാണ് തിരിയിരിക്കുന്നേ, മേലെ തീ കത്തിച്ചു കൊടുക്കുക. ഇതിനകത്ത് കൈവറിയില്ലാത്ത ആരാ ഉള്ളേ? ഓടിക്കണേ, അത് കറക്റ്റ് കൊള്ളിക്കണേ. ഇല്ല, കത്തി കഴിഞ്ഞിട്ട് ഈ പാസ് കൊണ്ടോ? അയ്യോ, ചെവി 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 ചെവി. ഈ പാസ് കിട്ടുവോ? എന്റെ പൊന്നെ. ഫൈനലി നമ്മൾ നമ്മുടെ പുൽക്കൂടിന്റെ അടുത്തെത്തി.
ഇതിന്റെ നിറം ഇതെല്ലാം കറക്റ്റ് പക്ക പക്ക നോക്കി. എന്താ രസം. ആരുണ്ടാക്കിയ പുൽക്കൂട് അവനെ. എന്ത് രസമാടാ. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത്. വെരി ഫാന്റാസ്റ്റിക്. ഇനി ഇതും കൂടെ വെച്ച് രാത്രിയിൽ വ്യൂ കാണിക്കാം കേട്ടോ. ഇനി കൊട്ടാരം സാധനം എടുത്തോണ്ട് വെക്കണേ പാലൊക്കെ. അത് നമുക്ക് ആ സമയം വെച്ചാൽ മതി. ഒന്നേ കോഴി കൊത്തും അല്ലെങ്കിൽ നമ്മുടെ മക്കള് കൊത്തും. അപ്പം ഏതെങ്കിലും അപ്പൊ ആ സമയം കൊത്തിയാൽ മതി അവനെ. പക്ഷെ ആ സമയം വെച്ചാൽ മതി, അതാണ് നല്ലത്. ഇതേ ജയസർ അതേസമയം ഇതിലൊക്കെ ഫുള്ള് വർണ്ണക്കടലാസും അതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളും പുള്ളിയുടെ ഇതുപോലെ കേട്ടോ. പുള്ളിയെല്ലാം ചെയ്യുന്നത് പുള്ളിയുടെ വീട് പോലെ. പുള്ളിക്കാരൊന്നും നോക്കുന്നില്ല. അറിഞ്ഞ പറഞ്ഞ Otherwise, no dinner today. അപ്പൊ ഗൈസ് അതേ സമയത്ത് ഉള്ളിലോട്ട് വരുവാണെങ്കിൽ ഉള്ളിൽ എന്താ സംഭവിച്ചേ? മൈക്കിൾ എന്താ പറ്റിയ? അതേ സമയത്ത് നമ്മുടെ രാജാവിന്റെ കൊട്ടാരം. കൊട്ടാരം ഞാൻ കറക്റ്റ് വെട്ടത്തിൽ ഇങ്ങനെ പാലത്തിന് കറുപ്പും കൂടി അടിച്ചാലേ പെയിന്റ് അടിച്ച ഫുഡായിരിക്കും. കൊട്ടാരം ഉണ്ടാക്കിയത് ഇവളാണ്. ഈ കാണുന്ന പാലം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. അതിൽ ചെറിയ അഴിമതികളൊക്കെ ഉണ്ട്. ശോഷിച്ചു പോയ പാലം. സാർ ദിസ് ഈസ് അവർ പാലസ്. This is അഴിമതി. ശോഷിച്ചു. യാ കറക്ഷൻ പാലം ബ്രിഡ്ജ് കറക്ഷൻ. ഇതുണ്ടല്ലോ ബിരിയാണി ഉണ്ടാക്കിയതാണ്. ഇതിന് ഇവിടെ വണ്ടി ഇതൊക്കെ ഉണ്ട്. ആൾക്കാർ ചാടിപ്പോയിരിക്കുള്ള കൊട്ടാരത്തിനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക സാധനമാണ്. ഇതെവിടെ കാണിക്കുന്നേ? രാജാവ് എവിടെയാ പോന്നെ? ഇവനെ ഞാൻ പറയുന്നത് നൈറ്റ് വെക്കാം. പാലത്തിന് സൈസ് ഇല്ല, പാലത്തിന് നീളമില്ല. അപ്പൊ നീട്ടിക്കൊള്ളു. അവിടെ വെച്ചാരെ അടിപൊളി. ഇതൊക്കെ നോക്കി വെക്കണ്ടേ? ഇതാ പറഞ്ഞ അഴിമതിയാന്ന്. നോക്കൂ, ഫൈനലി ഏകദേശം എല്ലാം സെറ്റപ്പായി. ഇവിടെ നമ്മുടെ സംഭവങ്ങളായി, ഇവിടെ നമ്മുടെ പാലമായി, ഇവിടെ നമ്മളെ ആ ക്ലിപ്പിച്ച സംഭവങ്ങളെല്ലാം കറക്റ്റ് വെച്ചു. ഇവിടെ നമ്മുടെ പിന്നെ കൊട്ടാരം വെച്ചു. രാജാക്കന്മാർ അവിടെ നിന്ന് വന്നു, ആട്ടിടന്മാർ ഇവിടെ നിന്ന് വന്നു. ഇനി നനയ്ക്കണ്ട, നനച്ചു കഴിഞ്ഞാൽ പോവും. നോട്ട് വാട്ടർ. ഗൈസ് നോക്കൂ, ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതുണ്ടോ ഇപ്പോഴും നമ്മുടെ ഈ കാണുന്ന ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോഴും എന്ത് സംഭവിക്കുകയാണ്, വെള്ളം വീണുകൊണ്ടേ ഇരിക്കും കേട്ടോ. കാരണം കറണ്ട് ഓൺ ആണ്. ഗൈസ് നോക്കൂ, അതിനുശേഷം ഇവിടെ ഉണ്ണീശനെയും പിന്നെ അതുപോലെ മാതാവിനെ യൂസഫിദാനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ ആട്ടിടന്മാരും സംഭവങ്ങളൊക്കെ എവിടെയും വെച്ചിട്ടുണ്ട് അല്ലേ? വേണ്ട, ഇപ്പം വേണ്ട. എല്ലായിടത്തും ഓൾമോസ്റ്റ് അലങ്കാര കടലാസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റപ്പ് ചെയ്തു കേട്ടോ. പാവം ഇത് ഈ കത്രി എടുത്താ വരാമേ. ആണോ ഗൈസ് നോക്ക്, പുള്ളി ഒരു 5 മിനിറ്റ് അടങ്ങിയിരിക്കല കേട്ടോ. പുള്ളി ഇങ്ങനെ ആണോ ഗൈസ് നോക്ക്, ഞാനിപ്പോ ലൈറ്റ് ഫിറ്റ് ചെയ്യട്ടെ. ഇത് ഞാൻ ഇപ്പം പോയി മേടിച്ചോണ്ട് വന്നാണ്. 100 വാട്ട്സിന്റെ ഫെഡ് ലൈറ്റ് ഏതാണ്ട് 2500 രൂപ കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇത് കണ്ടോ, ഇത് ഒരെണ്ണം, ഒന്ന് അതേ നിൽക്കുന്നു, ഒന്ന് അതേ നിൽക്കുന്നു, അവിടെ 3 എണ്ണം. അതിനാ 3600 രൂപ അതിന്റെ MRP. സത്യം പറ, മനസ്സ് തുറക്കട്ടെ. 2500 രൂപ മേടിച്ചു. നമ്മൾ എവിടുന്ന ആളാന്ന് എന്നോട് പറഞ്ഞു. ആണോ? അല്ലടി, അല്ലെന്ന് അറിയാവുന്ന ആളാന്ന് എന്നോട് പറഞ്ഞേ. പിന്നെ എനിക്കറിയാം നീ അതുകൊണ്ട് ഓറ് വായി വർത്താനം. 3 കൊടുക്കണല്ലേ എർത്ത്? അതെങ്ങനെയാ? അത് മഞ്ഞയും കറുപ്പും അല്ലേ? എനിക്കിതിനെ കുറിച്ച് വലിയ അറിയത്തില്ല കേട്ടോ. നിന്നെ അടുത്ത പൈസ പോകും. ഗ്യാരണ്ടി വാറണ്ടി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? നോക്കൂ, ഇത് നീ കറക്റ്റ് ഈ കാണുന്ന ലൈനിൽ വെക്കണം. എന്നിട്ട് എങ്ങനെയാണോ വെക്കുന്നത്? അതങ്ങനെ കുത്തിച്ചാരി വെച്ചാ പോരെ? ഇങ്ങനെ സ്പോട്ട് ചെയ്യാനാ പോരെ? ഇങ്ങനെ ഇവിടെ കൊടുത്താ പോരെ? ഒരു സ്പോട്ട് ലൈറ്റ് പോരെ? അല്ല, മേളിൽ നിന്ന് കൊടുക്കണോ താഴെ നിന്ന് കൊടുക്കണോ? ഞാൻ പറയട്ടെ ഒരു കാര്യം, 2 മറ്റേ ഇതങ്ങോട്ട് വെച്ചാലോ? ഇങ്ങനെ പോകുന്ന ലൈറ്റിന്റെ പേരിനായിരുന്നു നമ്മൾ മേടിച്ചിരിപ്പില്ലേ. ഞങ്ങളുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇത് കണ്ടോ, ഞങ്ങളുടെ ബസ്സിന്റെ ഹാൻഡിലാട്ടോ ഞങ്ങൾ ലൈറ്റ് പിടിപ്പിച്ചാക്കുന്നേ അല്ലേ? ഇനി ഒരു വേലിയും കൂടെ കെട്ടണം കേട്ടോ. അതിന് വേണ്ടിയുള്ള തന്ത്രപ്പാട്. പുല്ല് കിടക്കുന്ന കാരണം ആ പുൽക്കൂട് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഒരു വേലി കെട്ടി തിരിച്ചു കഴിഞ്ഞാല് പുൽക്കൂട് ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നടാ ചിരിക്കുന്നേ? എന്നടാ എന്നെ ചിരിക്കുന്നേ? മൈക്കിൽ ചിരി കേട്ടോ. ഗൈസ് നോക്കൂ, ഇതൊന്ന് കെട്ടി തീർക്കട്ടെ കേട്ടോ. ഗൈസ് നോക്കൂ, മൈക്കിള് ലിവിന്റെ തോളത്ത് കയറി കേട്ടോ. ഞങ്ങളിവിടെ വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശമായി. 1 is here,
ഓക്കെ, താങ്ക് യു സാർ. കിട്ടിയോട്ടെ, പരിപാടി കഴിഞ്ഞു. അങ്ങോട്ടും കൂടെ ഒരെണ്ണം കെട്ടി കഴിഞ്ഞാൽ പരിപാടി തീർന്നില്ലേ? എവിടെയാണ്? ഇവിടെയും കൂടെ എവിടെയാ? ഇവിടെയും കൂടെ ഒരെണ്ണം കെട്ടി കഴിഞ്ഞാൽ പരിപാടി തീർന്നില്ലേ? കേട്ടാ? ഞാൻ കെട്ടാൻ പോവാം. ഏത് കമ്പി അമ്മേ? പരിപാടി കെട്ടിക്കഴിഞ്ഞപ്പോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ആ സൈഡ് മാത്രം വെച്ച് പൊങ്ങിപ്പോയി. അപ്പൊ ആ സൈഡും കൂടി ഇവൻ താത്തി കിട്ടും കേട്ടോ. പിന്നെ ചെങ്ങോട്ട് താത്തി കെട്ടാനെ. അതുകൊണ്ട് അവൻ കണ്ട കെട്ടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ഗുഡ് ഗുഡ്. ഫൈനലി നമ്മുടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ റെഡി. ഇനി നമുക്ക് കൊരവ് പൊട്ടിച്ച് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. കൊരവ് പൊട്ടിക്കാം. കൊരവ് പൊട്ടിക്കാം. വണ്ടിയിൽ കുറേ പടക്കമുണ്ട്. നോക്കി, ഇതൊക്കെ പടക്കങ്ങളാട്ടോ. ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ലിറ്റിൽ ബിറ്റ് പരിപാടി തുടങ്ങാൻ പോകും. അതായത് ഇപ്പൊ നമുക്ക് കൊച്ചു പിള്ളേരുടെ മുന്നേ ഒക്കെ പൊട്ടിക്കാൻ പറ്റിയ നല്ല നല്ല ചെറിയ ചെറിയ സാധനങ്ങൾ. ആർക്കും ദ്രവമില്ലാത്ത ഒന്ന് അത് മൊത്തത്തോടെ എടുത്തവനെ നമുക്ക് തീർക്കാം. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമുക്ക് തീർക്കാം അല്ലേ? ആർക്കും ഒരു ദ്രോഹമില്ലാത്ത രണ്ട് ഇത് കുഞ്ഞു പിള്ളേരായ ഞങ്ങൾ പൊട്ടിക്കുന്ന സാധനം കേട്ടോ. ഇതൊക്കെ ആർക്കും ദ്രോഹമില്ലാത്ത രണ്ട്. ഓരോന്നോരോന്നായിട്ട് കറക്റ്റ് എടുക്കട്ടെ കേട്ടോ. ആർക്കും ദ്രോഹമില്ലാത്ത ഒന്ന്. ഇനി ഏതാ വേണ്ട? എടുക്കട്ടെ കേട്ടോ. സാധനം മറ്റേ മേളിൽ പോയി പൊട്ടുന്ന സാധനം. എന്റെ മേളിൽ തീ കൊടുത്തിട്ട് ഭും ഭും എന്ന് പറഞ്ഞു പൊട്ടുന്നത്. എന്റെ ഹാൻഡ് പൊട്ടിക്കട്ടോ. ഞങ്ങൾക്കും പട്ട കേട്ടോ. അതാണ് വേറെ വിഷയം. തിരിയില്ല എന്റെ അതിന് തിരിയില്ല. തിരി വേണ്ട. തിരി വേണ്ട. ഇനിയിപ്പോ അടുത്ത ഏതാ? വേണ്ട അവിടെ വന്നാ മതി. ഇനി നോക്കിയേ ഇവൻ ആദ്യം ദിസ് ഫസ്റ്റ് ടൈം വാച്ചിങ് ദിസ് വൺ മാഡം? ഫസ്റ്റ് ടൈം വാച്ചിങ്? യെസ്. नो यूजिंग फेस्टिवल, नो यूजिंग यार. पूरा फेस्टिवल में ये यूजिंग करेगा या फेस्टिवल या. ഓ ഗൈസ്, ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് പൂത്തിരി തുടങ്ങാം കേട്ടോ. പറഞ്ഞു ഇപ്പൊ കാരണം നമ്മള് ഇതെങ്ങനെയാണ് ഇതിപ്പോ പറഞ്ഞു പൊട്ടിക്കുന്ന കേട്ടോ തോന്നുന്നത്. ഇവന് ഇത് പൊട്ടിക്കാൻ ഇത് വേണ്ടേ? ഇതന്നെ ചെയ്യുന്നേ. കൊടുക്കുന്നു. എവനെ ഇതിങ്ങനെയല്ല. ഇതിങ്ങനെയല്ല. എന്നാ പൊങ്ങാത്ത കടലാസം കൊണ്ടുകാനും കൊടുക്കേണ്ടി വരും. ഷോ ഇവനെ അതിന്റെ തിരിയാൻ ഇനി തിരി വേണ്ടേ? ഇനി തിരി എന്നാ അതാ ഞാൻ പറഞ്ഞ തിരിക്കാണ് ഇത് കൊടുക്കണ്ടേ. നമ്മൾ ആ സാധനത്തിൽ തിരി കൊടുക്കാണ്. അത് ഞങ്ങൾ വിചാരിച്ചു മറ്റേ ഇതാ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ അതിന് കൊടുത്തില്ല കേട്ടോ. കൊടുത്തു. എന്താ സംഭവിക്കുക? എന്താ സംഭവിച്ചേ? ഇതിങ്ങനെയല്ല. ഇതാണ് ഇതിന്റെ. ഇത് പൊങ്ങിയില്ല അമ്മേ. ഇത് വാണത്തിന്റെ പുതിയ ടൈപ്പാ. പൊട്ടാ ഉറപ്പിച്ച് വെച്ചാൽ ഞങ്ങൾ ശരിയാവുക. എവനെ വാണം ശരിക്കും ഇതിന്റെ അകത്ത് വെക്കുകയുണ്ടേ. എന്റെ പൊട്ടനേവനെ പുല്ല് വരെ കത്തിപ്പോട്ടോ. എന്റെ പൊട്ടനേവനെ ഇതിന്റെ അകത്ത് വെച്ചിട്ടാണ് വാണം വിടണ്ടേ. ഇത് ഏറ്റവും ചെറിയ സാധനം കേട്ടോ. ഇത് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ്. ഇനി ഇരുന്ന് കൊച്ചിനോട് മാറിക്കേ. ഉമ്പി ഈ പകുതി പടക്കം ചീറ്റലാണല്ലോ ഇവനെ. ഇനി അതുകൊണ്ട് അടുത്ത് കൊടുക്ക്. ഈ പ്രാവശ്യം മേടിച്ച ഒന്നുപോലും കറക്റ്റായിട്ട് കത്തിയില്ലോ അവനെ. പോട്ടെ. ഇത് നമ്മുടെ ഭയത്തിൻ്റെ ആണോ? അടുത്ത് വെക്ക്. അതായാലും പോയി. വെച്ചോ. പിന്നെ അതിനൊന്നും പറ്റില്ല. കൈ വെച്ചാലും ഒന്നും പറ്റൂല. നീ വെച്ചോ. ധൈര്യത്തോടെ വെച്ചോ. ഒന്നും പറ്റൂ. പൊട്ടട്ടെ. ഉറപ്പാ? അടുത്ത് വെച്ച്. നമുക്ക് ഇതെല്ലാം കൂട്ടിയിട്ടൊക്കെ കത്തിച്ചാലോ? ഓ ഗൈസ്, ഇത് സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഇതേപോലെ കേട്ടോ കത്തിക്കട്ടെ. നമുക്ക് മാറിപ്പോ ഈ സാധനത്തിൽ നിന്ന് 1% അടുത്ത് പൊങ്ങുന്നു. വാവ്, പൊങ്ങട്ടെ. അങ്ങനെ പൊങ്ങട്ടെ.
അടുത്ത വെക്കട്ടെ അത് തന്നെ അടുത്ത് വെക്കട്ടെ. ആ ഇതെങ്ങനെ സാധനമാ? ഇതിനൊന്നും തിരിയില്ല, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇവന് തിരിയില്ലാത്ത സാധനം എങ്ങനെ കത്തിക്കും? ഓ ഗൈസ് ഫൈനലി ഞങ്ങൾ അടുത്തും കൂടെ വെക്കാൻ വേണ്ടി പോണേ. ആവോ ഇവനെ? ആവോ ഇതൊന്ന് കത്തിയിട്ടൊന്ന് കാണാൻ പറ്റുമോ ഇവനെ? നോ രക്ഷ. സംഭവം കിട്ടില്ല കേട്ടോ കാണാൻ. ആഹാ അതോ ഇതാ ഇതന്നെ ഇവനെ ഞാൻ മര്യാദ. ആഹാ രസമുണ്ട് കേട്ടോ, സംഭവം രസമുണ്ട്. അടുത്ത് അത് വെച്ചാക്കവനെ ചിലപ്പം കയറുമായിരിക്കും. ആഹാ കഴിഞ്ഞു. കഴിച്ചത് അടുത്ത് കൊടുത്തുന്നു. ചെറുതായിട്ട് ചീറ്റി പോകുന്ന ഒരു ഡൗട്ട്. ഉറപ്പല്ലേ? നല്ല രസമുണ്ടല്ലേ? ഓരോന്നായിട്ട് ഞങ്ങൾ പൊട്ടിച്ചോണ്ടിരിക്കും കേട്ടോ. അതായത് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കുള്ളൂ, കാരണം കുറച്ച് ഇരുട്ടാട്ടല്ലേ. അത് കരോളെല്ലാം പോട്ടെ, പിന്നെ റോഡ് കഴിയാട്ടെ. അടുത്ത സാധനത്തിന്റെ അകത്ത് കൊടുക്കണം. ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ മുന്തിയ സാധനം കേട്ടോ. വെങ്ങട്ടെ നിന്ന് കത്തട്ടെ. ഇവനെ വലിയ വേണോ കേട്ടോ നീ വിട്ടാക്കുന്ന ഈ ഭാഷ? ആണോ ഇത് ചെറുതല്ലേ? ആ സാധനം കേട്ടോ പൊളി. എവന്റെ വേണം മിന്നെ കത്തുന്നു. ഗംഭീര സാധനമായിരുന്നു. അവസാനമായിട്ട് ഞങ്ങൾ പരിപാടി നിർത്തി വെച്ച് കേട്ടോ. സം ടൈമിലോട്ടല്ലേ ഇവനെ ഇച്ച നേരം കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് വാണം എടുത്തിട്ട് നമുക്ക് കത്തിക്കാം അല്ലേ? ഇല്ല നമ്മൾ മേടിക്കാൻ മറന്നുപോയി. പിന്നെ ഈ പ്രാവശ്യം എന്നെ മേടിച്ച കൊരവ ഉണ്ടല്ലോ, കൊരവ തേഞ്ഞില്ലേ ഞാൻ മറ്റേ ചരണ്ടി എടുത്തിട്ട് വരാം. അടുത്തത് അവിടെ നോക്കി, ഇനി അടുത്ത് നോക്കിയേ. അടുത്ത സിമ്പിൾ ആയിട്ട് ആദ്യമായിട്ട് കാണുന്ന അടുത്ത ലാസ്റ്റ് സാധനം പൊട്ടിക്കാനെ. ഇതിന്റെ പേര് ഇത് കൊരവയല്ലേ? ഇതന്നെ പ്രശ്നം. വലിയ കൊരുവ ഇതല്ലേ കൊരവ? ദിസ് വൺ വെരി ഗുഡ് മാൻ. കടിച്ചു പിടിച്ചോ മറിക്കും. സൂപ്പർ കിടക്കാച്ച സാധനം കേട്ടോ. ഇതിന്റെ അകത്ത് ഏറ്റവും നല്ല മേടിച്ച് ഈ സാധനം കേട്ടോ. ഇവനെ നല്ല രസമില്ല കഥ, നിന്ന് കത്തുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റാർ വരുന്നുണ്ട് ഇവനെ. വെരി ഗുഡ്. അടുത്ത് പൊട്ടിക്കവനെ. പോട്ടെ പോകട്ടെ. ഇത് ഇത് നല്ല നീളം ഉണ്ടായിരുന്നില്ല ഇവനെ. പൊട്ടിച്ചതിൽ ഏറ്റവും കൂടുതൽ നീളം ഉണ്ടായിരുന്നു അതിനാട്ടോ. വെള്ളം ഒഴിക്കേ, വെള്ളം ഒഴിക്കവനെ അവിടെ. പച്ച പുല്ല കേട്ടോ. തീ കത്തിയെന്ന് ആലോചിക്കണം. പക്ഷെ വെള്ളം ഒഴിച്ചാക്ക, പിന്നെ ഇരുന്ന് കത്തിയാലോ? ഞാൻ ഊതും. ഊതി കഴിഞ്ഞാൽ വീണ്ടും കൂടുവല്ലേ ഉള്ളൂ. നോക്കൂ, ഞങ്ങളുടെ എല്ലാ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങള് നാളത്തെ കഴിഞ്ഞായിട്ട് ഞങ്ങൾ കൊൽക്കത്തയ്ക്ക് പോകും, നമ്മുടെ TT നെപ്പോളിയനെ എടുക്കാൻ വേണ്ടി. അതായത് ഇനി അടുത്ത 24 മൊത്തം അമലിലായിരിക്കും നമ്മുടെ യാത്ര. അപ്പോൾ ഗൈസ് നോക്കൂ, ഞങ്ങളുടെ കുറേ ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ സംഭവം. ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ചെറിയ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞങ്ങൾക്കില്ല അല്ലേ ലിവിനെ? ചെറിയ സീനിയും കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പടക്കവും സംഭവങ്ങളൊക്കെ പൊട്ടിക്കുക. അതേ സമയത്ത് ഇപ്പം കരോൾ വരും കേട്ടോ. അപ്പം കരോൾ വരുമ്പം അവർക്ക് കൊടുക്കാനുള്ള കേക്കും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗ്ലാസും സംഭവങ്ങളൊക്കെ സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗ്ലാസും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ തുടങ്ങുന്നുള്ളൂ കേട്ടോ ഇവിടെ. ഗൈസ് ഞങ്ങൾ വലിയ പടക്കങ്ങൾ അടുത്ത് പൊട്ടിക്കാൻ പോട്ടോ. കല്ലടിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. വലിയ സാധനങ്ങൾ നീട്ടി വിടുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് അവനെ? എന്നാ സൗണ്ട് അതിന്? തുടങ്ങാം. ഇവിടെ ഇട്ട് പൊട്ടിക്കണ്ടേനെ. വണ്ടിയിലോട്ട് ഇപ്പം ചീളടിച്ചു. ജയസാറിനോട് ചോദിച്ചു നോക്കി. അപ്പൊ അവിടെ പൊട്ടിച്ചു ചീള ഇവിടെ അടിച്ചു. 2000 മാല. 2000 ഓലപ്പടക്കം കാണിച്ച പോട്ടെ. ദിസ് ഇസ് ബിഗ് വൺ. 2000 പടക്കമല്ലേ ഇവന്? ഇത് 2000 അല്ലേ ഇത്? ഇതാണോ 2000? എബിനെ ഈ പ്രാവശ്യം പടക്കം ചിഞ്ചിരി കിടുകിട മൂഞ്ചിയിലോ ഇവനെ. എല്ലാം തങ്കഞ്ചേട്ടൻ പറയുന്ന പോലെ അന്നാലേ ഞങ്ങൾ പൊട്ടിക്കുള്ളൂ അല്ലേ ഇവനെ?
തങ്കച്ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഗുണ്ടുണ്ട് ഗുണ്ട്. എന്നാ സാധനം അത്? എന്നാ അത്? പൊട്ടിക്ക് ചേട്ടാ അങ്ങോട്ട് പൊട്ടിക്ക്. നല്ല ഇതുണ്ടോ? നല്ല ഇത് ഒച്ചുണ്ടോ? ഒച്ചുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഗുണ്ടിന് അത്ര വരാൻ ചാൻസ് കുറവാ അല്ലേ? ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയടാ. അത് കയ്യിലെറിച്ചിട്ട് എറിയേട്ടാ. ഞാൻ അറിയില്ല, എനിക്ക് പിന്നെ ആ ലൈറ്റർ മേടിക്കാൻ. അത് വിവരക്കേടാ നീ ചെയ്യുന്നേ. നീ തിരിച്ചെന്റെ ദേഹത്തോട്ട് എറിഞ്ഞാക്കല്ലേ. ആ അറിയോ? ആ ടൺ 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 ടൺ. ആ സൗണ്ട് പോരാ. തങ്കഞ്ചേട്ടന്റെ വിഷമം 5000 രൂപയുടെ പടക്കം പൊട്ടിച്ചെന്നുള്ളത് അല്ലേ തങ്കഞ്ചേട്ടാ? ഈ ലൈറ്റർ ഉണ്ടോന്നും പറഞ്ഞു ഞങ്ങളുടെ നാട്ടില് കൊച്ചു കോടീശ്വരൻ. പൊട്ടിക്ക് അടുത്തിടെ ഇവന് വാരി എറിഞ്ഞു പൊട്ടിക്കും. നോക്കണേ, നീ അപ്പുറത്തോട്ട് എറിയണ്ടോ ഇപ്പുറത്തോട്ട് എറിയില്ല. ആ അല്ലെന്നേ എന്റെ കൂടെ വന്നപ്പോ പിന്നെ ധൈര്യമായി പടക്കം പൊട്ടിക്കാൻ. എറി. ആ ഏറ്റവും വലിയ സാധനം കേട്ടോ. ആ അടി വരെ പൊട്ടിക്കാം. കത്തിയാ ഒന്ന് കത്തി പിടിച്ചങ്ങ് പിടിക്കാട്ടാ. കത്തി വിട്ടോ. കത്തിക്കോളൂ ഇവനെ. ചിറ്റി പോവോ? കത്തി വരുന്നുണ്ടല്ലോ. കത്തിയില്ലേ? ഒരെണ്ണം കത്തി പിടിച്ച. ആ മാറിക്കോ. മാറിക്കാറുണ്ട്. വലിയ സൗണ്ടില്ലല്ലോ അതിന്. തങ്കച്ചേട്ടാ മാറിക്കോ. ഓ ഭാഗ്യമുണ്ട് കേട്ടോ, നമ്മുടെ വണ്ടി മാത്രം അവിടെ ഉള്ളൂ. എബിനെ എവിടെയൊക്കെ എത്തുന്നേ കഴിഞ്ഞ എബിനെ ഈ പക്ഷേ പടക്കം നമുക്ക് ഇതായി പോയി കേട്ടോ. ഇത് 2000 ഇതും കൂടെ പാക്കറ്റ് കൊണ്ട് പിച്ചും കൂടി ഇതുണ്ടായിരുന്നല്ലോ അല്ലേ? തീർന്നാ? ഇല്ല പകുതിയും കൂടി ഉണ്ട്. ഉണ്ടല്ലേ? തീർന്നു. മാറിക്കോ അടിച്ചെത്തുന്നുണ്ട് ഇവിടെ. ആ ഏകദേശം കഴിയാനായി കേട്ടോ. പൊട്ടി തീർന്നു. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച അടിച്ചും കൂടെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം മേടിച്ച അത്ര ഇല്ല കേട്ടോ. ഇവന് അടുത്ത് പോകണ്ട കേട്ടോ. എന്റെ ബൈക്ക്, എന്റെ സ്കൂട്ടി പറ്റിയോ? ഒന്നും പറ്റിയില്ല. സ്കൂട്ടി ഇടാമെന്നോ? തങ്കച്ചേട്ടാ വീഡിയോ കത്തിക്കാ. തങ്കച്ചേട്ടാ ബൈക്ക് തങ്കച്ചേട്ടന്റെ പാട്. എവിനെ പ്രായം കൂടുതലല്ലേ? 2000 അടുത്തില്ലേ? വലിയ കരോളുകാർ വന്നു കേട്ടോ. അവർക്ക് കൊടുക്കുള്ള സംഭവങ്ങൾ ഇത് അല്ല ഇനിയുണ്ട്. സ്പ്രൈറ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്മിലാണ്ട് വിഷമേ എപ്പോഴും നിൽക്കാമേ. 2 ദിവസം കഴിഞ്ഞു. ഇനി 6 മാസം കഴിഞ്ഞു. പറഞ്ഞു ഇല്ല. നോക്കൂ, അത്യാവശ്യം കരോളിന് നല്ല രീതിയിൽ ആളുണ്ടായിരുന്നു കേട്ടോ. ഓ വെരി നൈസ്. ഞാനിനി ഞങ്ങളുടെ പടക്കങ്ങൾ ഓരോന്നായിട്ട് ഇനി ഇത്രയും പടക്കം പൊട്ടിച്ചു തരാണ്ട് ഇത് മൊത്തം ഇനി തീർക്കണം കേട്ടോ. ഓ മൈ ഗോഡ്. ഇത് മേലോട്ട് ഒന്ന് ആ വണ്ടി നിർത്തിക്കണ്ടേ ചേട്ടാ? വണ്ടി ആഹാ ഇതിപ്പോ 8 കണ്ട. ഇത് 8 മൊത്തം 30 ചീറ്റുന്നുണ്ടല്ലോ. നല്ല പൊക്കമുണ്ടല്ലോ അവനെ. അത്യാവശ്യം നല്ല പൊക്കില്ലേ? ഇതിൽ 5-6 മേടിച്ചാൽ മതിയായത് അല്ലേ? അടുത്ത് ഓഹോ
കഴിഞ്ഞില്ലേ? 30 പൊട്ടിയോ? ഫൈനലി അങ്ങനെ എല്ലാ സാധനം തീരാൻ വേണ്ടി പോവാണ്. എത്ര കൂടി ഉണ്ട് ഇവനെ? നീ എന്താ ഈ കാണിക്കുന്നേ? 16 ഈ സാധനം ഈ സാധനം നനഞ്ഞു പോയി കേട്ടോ. അത് കാരണം ഞങ്ങൾ ഇങ്ങനെ പൂത്തിരി വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ കത്തിച്ച് ഇവനത് കത്തിച്ചല്ലേ നമ്മള്. തങ്കച്ചാടല്ലേ മേടിച്ചേ? ആ ഇത് തങ്കച്ചാടല്ല അല്ലേ? ആണോ? എല്ലാരും ഇങ്ങനെ തന്നെ കത്തിയത്. ഇവനത് കത്തിയാന്നോ? ആ കത്തുവോ? ചീറ്റി തന്നെയാണ്, ഒരു രക്ഷയില്ല. ഓ ഗൈസ് അങ്ങനെ തോപ്പിക്കാന്ന് കരുതണ്ട. ഞങ്ങള് പൂത്തിരി നേരെ അതിൻ്റെ അകത്തോട്ട് ഇറക്കി സാധനം കത്തിച്ചു കേട്ടോ. ഓ ഗൈസ് ഇനി ഞങ്ങള് കത്താത്ത ഏതവനെ എല്ലാം കത്തിയതാ.